കേരളത്തിലെ ആദ്യത്തെ മൾട്ടി ബ്രാൻഡ് EV ഡീലർ ടെക്കോ ഇലക്ട്ര, റേ മോട്ടോഴ്സ്, സിപ്പ് ഇലക്ട്രിക്, ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ്. Inviting our next contestant to step forward, contestant number 38. നമസ്കാരം നിഷാന്ത് സഗർ സാറാണ്. നമസ്കാരം. എന്താ പറയാ, എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും അണിഞ്ഞിരിക്കുന്ന കോസ്റ്റ്യൂംസിലെ എന്ത് രസമാണ് കാണാൻ. കോസ്റ്റ്യൂമിനൊരു മാർക്കിടുമ്പോൾ കൺഫ്യൂഷൻ വരുന്നുണ്ട്, കാരണം എല്ലാത്തിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഓരോ മെറ്റീരിയലിനും ഓരോ വിലയാണ് അല്ലേ. അപ്പം അത് ആ ഒരു പൈസ കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം, എന്താ പറയുക, ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഏറ്റവും ഒരു കാഴ്ചയിൽ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്നൊരു ഡ്രസ്സ് ഇടാൻ പറ്റുന്നത്, അങ്ങനെ ഒരു പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്കായിരിക്കാം മേ ബി. അപ്പം അതിലൊരു വേർതിരിവ് വരുന്നുണ്ട് അല്ലേ, ശരിയല്ലേ? അപ്പം അങ്ങനെയുള്ളൊരു വേർതിരിവുകൾ സമൂഹത്തിൽ പല തട്ടിലുള്ള ആളുകളെ പല തട്ടിൽ തന്നെ നിർത്തുന്നുണ്ട്. അത് ചിലർ മുമ്പോട്ട് വരുന്നു, ചിലർ പുറകിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു തട്ടുള്ളത് കൊണ്ട് എന്താണ് അങ്ങനെയുള്ള തട്ടിനെ പറ്റിയുള്ള താങ്കളുടെ അഭിപ്രായം? ഒരുപാട് നന്ദി ചോദ്യത്തിന്. അങ്ങനെ ഒരു വേർതിരിവ് എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ ഇവിടെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് തലമുറകളായിട്ട് അവരുടെ തലച്ചോറിൽ പതിപ്പിച്ചു പോയി. അതായത് ഞാൻ ഇങ്ങനെ കുറവാണ് അല്ലെങ്കിൽ എനിക്കിന്നത് കൂടുതലാണ് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാനസികാവസ്ഥയാണ് മാറേണ്ടത് അല്ലേ? Thank you, sir, for the question. Thank you. അടുത്ത contestant number 39. Again, the handsome Nishant Sagar, sir. സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലാണ്ട് എനിക്കിങ്ങനെ നോക്കുമ്പോൾ വരുന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അപ്പം എൻ്റെ ചോദ്യങ്ങളിലൊരു മാനസികാവസ്ഥയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നുണ്ടാവുമല്ലോ. അത് വെറുതെ തോന്നുന്നതാണ്. ഞാൻ താങ്കളെ കാണുമ്പോഴൊക്കെ, നേരത്തെയൊക്കെ റാമ്പിൽ കണ്ടപ്പോൾ, നേരത്തെ നിൽക്കുന്ന കണ്ടപ്പോഴൊക്കെ ബാക്കി ആരുടെയും കണ്ണുകൾ പോലെ അല്ല താങ്കളുടെ കണ്ണുകൾ. ഒരു ലോങ് വിഷൻ, വേറെന്തോ മറ്റാരും കാണാത്ത എന്തോ കാണുന്നത് പോലെ താങ്കളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെ മറ്റെന്തെങ്കിലും മറ്റാരും കാണാത്തത് കാണാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ? അല്ലെ, അത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെ, ഒരു ദൂരേക്ക് നോക്കുന്നൊരു ഫീൽ. ദൂരേക്ക് നോക്കുന്നതിനെക്കാട്ടും ഒരു ഗ്രൂപ്പിൽ ഞാൻ വളരെയധികം ചീറപ്പ് ചെയ്യാൻ ഒരു കഴിവുണ്ട്. അതെനിക്ക് ഒരുപാട് കിട്ടുന്ന ഒരു കമൻസ് ആണ്. സാർ പറഞ്ഞ പോലെ തന്നെ ലോങ് വിഷൻ ആയിരിക്കില്ല, പക്ഷെ എനിക്ക് എല്ലാ ജീവജാലങ്ങളോടും ഒരു ചെറിയ അനുകമ്പ പോലെയുണ്ട്. അത് എൻ്റെ പണ്ട് മുതലുള്ള ഒരു സേവനത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് പ്രവൃത്തികൾ കാരണമായിരിക്കും, അല്ലെങ്കിൽ എന്നെ വളർത്തിയെടുത്ത രീതിയായിരിക്കാം. ഞാൻ ആരെയും ഒരുപാട് എന്നെക്കാൾ വലുതായിട്ടോ അല്ലെങ്കിൽ എന്നെക്കാൾ ചെറുതായിട്ടോ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. എല്ലാവരും എനിക്ക് ഒരുപോലെയാണ്. അതിപ്പം മനുഷ്യന് മാത്രമല്ല, അതൊരു മൃഗമായാൽ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തുഷ്ടയായിരിക്കും. അതൊരു ലോങ് വിഷനായിട്ട് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മനുഷ്യ സ്ത്രീയായി ജനിച്ച മനുഷ്യനെ പോലെ തന്നെ വളരുന്നു എന്നുള്ളൊരു ക്വാളിറ്റി ആയിട്ടും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. നന്ദി. All right, calling the last contestant in front, contestant number 40. And who is that lucky judge? Thank you, congrats. നാളത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി എന്തായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ദാറ്റ് യു വുഡ് വാണ്ട് ദ ഗേൾസ് ഓഫ് ടുമോറോ ടു ഹിയർ ഫ്രം യു? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ മാം. ഹായ് ഓൾ. നാളത്തെ പെൺകുട്ടികളായാലും ഇന്നത്തെ പെൺകുട്ടികളായാലും ഞാൻ കൊടുക്കുന്ന മെസ്സേജ് പറഞ്ഞാൽ, സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരിക. നിങ്ങൾ തന്നെയാണ് നയിക്കേണ്ടത്. ആരെയും ഡിപ്പെൻഡ് ചെയ്യല്ല. നിങ്ങൾ സ്വയം കഴിവറിഞ്ഞ്, നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്, അതറിഞ്ഞ് മുന്നോട്ട് വരിക. അതുതന്നെയാണ് ഞാൻ കൊടുക്കുന്ന മെസ്സേജ്. താങ്ക് യു മാം.
Thank you so much, Ria. And with that, we have come towards the end of the question answer round. Some great questions from the judges and brilliant answers from our contestants. So, ladies and gentlemen, valliyoru kaiyidi orikkel koodi namukku nalgam for these beautiful 16 semi-finalists. And ladies, I'll be seeing you again in the next round. Ivare ninnu 8 contestants aayirikkum final roundilekku kadakkuka. So, thank you so much. Ladies and gentlemen, it's time for us to see our beautiful 41 contestants of Electro Green Motors Mrs. Kerala 2021 once again. So please put your hands together and welcome the beautiful 41 contestants once again. ബ്യൂട്ടിഫുൾ 41 കണ്ടസ്റ്റൻസിനെ നമ്മൾ കണ്ടത് നല്ല മനോഹരമായിട്ടുള്ള ബ്ലൂ ഷെയ്ഡ്സിലുള്ള ഗൗണിലായിരുന്നു. ആൻഡ് ഹൗ ആർ ദേ ലുക്കിംഗ്? ബ്യൂട്ടിഫുൾ, റൈറ്റ്? സോ ക്യാൻ വി ഹാവ് ദാറ്റ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ them? താങ്ക് യു. ഈ സമയം നമ്മൾ നടക്കാൻ പോകുന്നത് ഫൈനൽ റൗണ്ടിലേക്കാണ്. 16 കണ്ടസ്റ്റൻസിൽ നിന്ന് പകുതി പേർ, 8 പേരാണ് ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുക. ദിസ് ഈസ് ദെയർ കോമൺ ക്വസ്റ്റ്യൻ റൗണ്ട്.
ഒരു കോമൺ ക്വസ്റ്റിന് വേണ്ടി എല്ലാ കണ്ടസ്റ്റൻസും ആൻസർ എഴുതണം 1 മിനിറ്റിനുള്ളിൽ. അതിനുശേഷം അവർ എഴുതിയ ആൻസർ മൈക്കിലൂടെ പറയണം. And in a couple of minutes, we will be finding out who is going to be the title winner of Mrs. Kerala 2021. കേരളത്തിലെ ആദ്യത്തെ മൾട്ടി ബ്രാൻഡ് EV ഡീലർ ചെക്കോ ഇലക്ട്ര, റെയ് മോട്ടോഴ്സ്, സിപ്പ് ഇലക്ട്രിക്, ഇലക്ട്രോ ഗ്രീൻ മോട്ടോഴ്സ്. Do we have a deal? Okay, so the first finalist is contestant number 24. Can we have a huge round of applause? Scamio Events presents Electro Green Motors Mrs. Kerala 2021 ന്റെ അടുത്ത finalist. Ladies and gentlemen, give it up for contestant number 38. 38. Congratulations. അടുത്ത ഫൈനലിസ്റ്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Contestant number 8. Congratulations. Ladies and gentlemen, join me in welcoming the next finalist on stage. Contestant number 36. ഒന്നാമതെത്താനായി മത്സരിക്കുന്നു contestant number 1. Ladies and gentlemen, വലിയൊരു കൈയ്യടി നൽകി സ്വാഗതം ചെയ്യാം contestant number 1. Contestant number 30 on stage. 30. Congratulations. The next contestant is contestant number 33. Now, inviting on stage the final finalist of Electro Green Motors Mrs. Kerala 2021, contestant number 29. Once again, hearty congratulations to all the finalists. Ladies and gentlemen, can we have a thunderous round of applause? Alright, so ടൈമറും ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം ആൻസേഴ്സ് എഴുതുക. അതിനുശേഷം നിങ്ങൾ എഴുതിയത് മാത്രമായിരിക്കും നിങ്ങൾ പറയുക. ഹിയർ ഈസ് എ ക്വസ്റ്റ്യൻ. ചിലർ നമ്മുടെ ഓർമ്മയിൽ നിന്ന് തന്നെ പൂർണ്ണമായും മറഞ്ഞു പോകും. ചിലർ ചരിത്രത്തിൻ്റെ ഭാഗമാകും. മറ്റു ചിലർ ചരിത്രം തന്നെ സൃഷ്ടിക്കും. നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാകാനാണ് ആഗ്രഹിക്കുന്നത്? വിശദീകരിക്കാമോ? And now in English, some people vanish from our memories forever, and some people become part of history. And again, some people create history. Which kind of personality would you like to become? Could you explain this? I hope the question is clear for all the contestants, and your time starts now. Please write the answer. 1 minute സമയമാണ് contestants-ന് ലഭിക്കുക. Time up. Girls, please drop your pens. Time up. ഇനി എഴുതാൻ പാടില്ല. Thank you so much. So അങ്ങനെ all the contestants have written down answers to their final question. ശരിക്കും വിധി നിർണ്ണയത്തിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവുക ഈ ഒരു റൗണ്ടിലെ നിങ്ങളുടെ ആൻസറിനാണ്. And now let's start from contestant number 24. ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന സന്തോഷം നിറയ്ക്കുന്ന ഓർമ്മയായി തീരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഓർമ്മകളിൽ മറ്റുള്ളവർ മുന്നോട്ട് പോകണം, ജീവിക്കണം, നേട്ടങ്ങൾ കൈവരിക്കണം. താങ്ക് യു. Thank you so much. Can we have a huge round of applause? That was contestant number 24. Moving on to contestant number 36. Thank you. I would like to create history because that would make my legacy and I can go with a fulfillment that I have served my purpose in life. Thank you. Thank you so much for the answer. Contestant number 30. Thank you for the question, judges. ഞാൻ ചരിത്രം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആരാണെന്നും എന്താണെന്നും ഞാൻ വന്ന വഴികളും മറ്റുള്ളവർക്കുള്ള പ്രചോദനമായി ചരിത്രമായി മാറും. താങ്ക് യു.
Thank you so much. And moving on to our next contestant, contestant number 33. ഭൂഗോളത്തിൻ്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്, ഭൂമിയിൽ ഓരോ പൂജ്യവും കണക്കിലാണ്. തിലകനെയാണ് ഞാൻ സ്മരിക്കുന്നത്. എക്കാലത്തെയും ബ്ലോക്ക് ബാസ്റ്റർ സ്ഫടികം എൻ്റെ ജീവിതം മാറ്റും. താങ്ക് യു. Thank you so much. Moving on, നമ്മുടെ അടുത്ത സുന്ദരി, contestant number 29. താങ്ക് യു. ഞാൻ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതം സക്സസ് ആണ് എന്ന് എല്ലാവരും അറിയണം. അവരുടെ ഓർമ്മയിൽ ഞാൻ ഉണ്ടാവണം, എൻ്റെ മരണം വരെയല്ല. താങ്ക് യു. Thank you, dear, for the lovely answer. And here I am with contestant number 1. Thank you, judges, for that beautiful question. I would like to be a person who creates history, the first to do something new, something that betters humankind, that serves people and makes life a better place for the rest of the generations to come. Thank you. Thank you so much. Moving on to our next finalist, contestant number 8. താങ്ക് യു ഫോർ ദി ക്വസ്റ്റ്യൻ ജഡ്ജസ്. ചരിത്രം സൃഷ്ടിച്ച് വരും തലമുറയ്ക്ക് ഒരു മാതൃക ആവുകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നല്ലൊരു നാളെ എന്നിലൂടെ പടുത്തുയർത്താൻ കഴിയുമെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട്. Thank you so much. And our last answer for the day from our last finalist, contestant number 38. ഈ ചോദ്യത്തിന് നന്ദി ജഡ്ജസ്. ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന അടയാളം ഉണ്ടാക്കുക തന്നെയാണ് മനുഷ്യനായി പിറന്നാൽ വേണ്ടത് എന്നാണ് എൻ്റെ ആഗ്രഹം. ലോകം നമ്മളെ അറിയുക നമ്മുടെ പ്രവൃത്തിയിലൂടെ ആയിരിക്കണം. Thank you so much. And with that, we have heard all the wonderful answers from these stunning women. ഇനി നിങ്ങൾക്ക് പ്രത്യേകം ഒന്നും ചെയ്യാനായിട്ടില്ല, ജഡ്ജസിനാണ് ചെയ്യാനായിട്ടുള്ളത്. So I'm giving them time to do their work. Once again, thanking the ladies. Ladies and gentlemen, can we have a huge round of applause for these amazing women? ഒരിക്കൽ കൂടി